ഹായ്, ഓൺലൈൻ ഓർഡറിംഗ് വഴി ഓർഡറുകൾ എങ്ങനെ നേടാമെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് കൂടുതൽ ഓർഡറുകൾ ലഭിക്കണമെന്ന്? ഈ വീഡിയോയുടെ സഹായത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്ന കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു റെസ്റ്റോറൻറ്റിന് ഓൺലൈൻ ഓർഡറിംഗ് മെനു എത്ര പ്രാധാന്യമുള്ളതാണെന്ന്. കസ്റ്റമേഴ്സ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് പേജിൽ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ മെനു ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മെനു ഡീറ്റെയിൽഡും ഡിസ്ക്രിപ്റ്റീവുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല ഓർഡറിംഗ് മെനു ഉണ്ടാക്കാനുള്ള 3 മികച്ച രീതികൾ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇതുമൂലം കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാം, അവർക്ക് എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കും, നിങ്ങളുടെ ബിസിനസ് വളർത്താനും സാധിക്കുന്നതാണ്. ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കസ്റ്റമർ ഏത് റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുമെന്ന് എങ്ങനെ തീരുമാനിക്കും എന്ന് നമുക്ക് നോക്കാം. കസ്റ്റമേഴ്സ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ പേര് സെർച്ച് ചെയ്ത് നിങ്ങളുടെ മെനു പരിശോധിക്കാം. ഒരുപക്ഷെ അവർക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ പേര് അറിയില്ലെങ്കിൽ അവർ ഡിഷ് സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ഏരിയയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും ഒരൊറ്റ പേജിൽ കാണാൻ സാധിക്കും. സെർച്ച് റിസൾട്ടിൽ ചില ഘടകങ്ങൾ അവർ ശ്രദ്ധിക്കും. പ്രൈസിംഗ്, ഓഫേഴ്സ്, കസ്റ്റമർ റേറ്റിംഗ് എന്നിവ നോക്കിയാണ് അവർ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുന്നത്. തുടർന്ന് മെനു നോക്കും. ഇതിനെ നമ്മൾ മെനു ഓപ്പൺ എന്ന് പറയും. ഒരു കസ്റ്റമർ നിങ്ങളുടെ മെനുവിൽ നിന്നും ഒരു ഐറ്റം കാർട്ടിൽ ആഡ് ചെയ്താൽ അതിനെ മെനു ടു കാർട്ട് എന്നാണ് പറയുക. തുടർന്ന് കാർട്ടിൽ നിന്നും ഓർഡർ പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാർട്ട് ടു ഓർഡർ എന്ന് പറയും. വളരെ മികച്ച ഒരു മെനു നിങ്ങളുടെ മെനു ടു കാർട്ട്, കാർട്ട് ടു മെനു എന്നിവയുടെ വളർച്ചാ ശതമാനം ഉയരുന്നു എന്ന് ഉറപ്പാക്കും. അതായത് എത്ര പേർ നിങ്ങളുടെ മെനു നോക്കുന്നുണ്ടോ അത്രയും തന്നെ പേർ ഓർഡർ ചെയ്യുന്നുണ്ട് എന്ന്. ഈ 3 ഘടകങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഒന്നാമത് മെനു ഇമേജസ്. ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ നൽകിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഓർഡർ ചെയ്യാനാണ് കസ്റ്റമേഴ്സ് എപ്പോഴും ഇഷ്ടപ്പെടുക. ചിത്രങ്ങൾ നിങ്ങളുടെ മെനുവിന് ആകർഷണീയത മാത്രമല്ല, കസ്റ്റമേഴ്സിന് അവരുടെ ഭക്ഷണം എങ്ങനെയിരിക്കുമെന്ന് ഒരു സൂചനയും നൽകുന്നു. ഭക്ഷണങ്ങളുടെ ചിത്രങ്ങളുടെ ക്വാളിറ്റിയും പ്രധാനമാണ്. ചിത്രങ്ങളുള്ള ഭക്ഷണത്തിന് കിട്ടുന്ന ഓർഡറുകളുടെ എണ്ണം ചിത്രങ്ങളില്ലാത്ത ഭക്ഷണത്തിൻ്റെതിനേക്കാൾ 2 ഇരട്ടി കൂടുതലാണ്. ഭക്ഷണത്തിന്റെ ചിത്രങ്ങളെ എങ്ങനെ നമുക്ക് മികച്ചതാക്കാം? ഭക്ഷണം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ലോഗോ, കട്ട്ലറി എന്നിവയുടെ ചിത്രങ്ങളൊന്നും പാടില്ല. കൂടാതെ ചിത്രം വ്യക്തമായിരിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പ്രകാശമുണ്ടായിരിക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ 45 ഡിഗ്രി ദിശയിൽ നിന്ന് ഭക്ഷണം മുഴുവൻ കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഭക്ഷണം ചിത്രത്തിന്റെ 70 മുതൽ 75% വരെ ഏരിയയിൽ നിൽക്കണം. ചിത്രത്തിന്റെ സൈസ് 200 KB-ക്കും 5 MB-ക്കും ഇടയിലായിരിക്കണം. റെസ്റ്റോറൻറ്റ് പാർട്ട്ണർ ആപ്പ് അല്ലെങ്കിൽ വെബ് ഡാഷ്ബോർഡ് എന്നിവ വഴി നിങ്ങളുടെ മെനുവിൽ ഫോട്ടോസ് ചേർക്കാവുന്നതാണ്. രണ്ടാമത് ഡിഷ് നെയിം ആൻഡ് സെർച്ചബിലിറ്റി. 36% കസ്റ്റമേഴ്സും ഭക്ഷണത്തിന്റെ പേര് നൽകിയാണ് സെർച്ച് ചെയ്യുന്നത്. കസ്റ്റമർ ഭക്ഷണത്തിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ആ ഭക്ഷണം നൽകുന്ന എല്ലാ റെസ്റ്റോറൻറ്റിന്റെയും പേരുകൾ സെർച്ച് റിസൾട്ട്സിൽ കാണാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കസ്റ്റമേഴ്സിനും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഭക്ഷണത്തിന്റെ പേര് നൽകാൻ ഓർക്കുക. ഉദാഹരണത്തിന് മെനുവിൽ മുർഗ് മഖനി എന്നതിന് പകരം ബട്ടർ ചിക്കൻ എന്ന് നൽകിയാൽ സെർച്ച് റിസൾട്ടിൽ അതിന്റെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ കാറ്റഗറി പേര് നൽകുന്നതും വിസിബിലിറ്റി വർദ്ധിക്കുന്നതിന് സഹായകരമാകും. ഉദാഹരണത്തിന് നിങ്ങൾ ഐസ്ക്രീം സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോബെറി എന്നതിൻ്റെ കൂടെ ഐസ്ക്രീം എന്നുകൂടി ചേർത്താൽ സ്ട്രോബെറി എന്നും ഐസ്ക്രീം എന്നും സെർച്ച് ചെയ്താൽ രണ്ടിലും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ കാണിക്കുന്നതായിരിക്കും. മൂന്നാമത്തത് ഡിസ്ക്രിപ്ഷൻ. ഭക്ഷണത്തെ പറ്റിയുള്ള നല്ല വിവരണം 50% കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ സഹായിക്കും. കസ്റ്റമേഴ്സിന് എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. അതായത് അതിൻ്റെ എരിവ് എത്രയായിരിക്കും, അതിൻ്റെ ചേരുവകൾ എന്താണ്, എത്ര പേർക്ക് കഴിക്കാൻ സാധിക്കും, അതിൻ്റെ അളവ് എത്രയായിരിക്കും, അങ്ങനെയൊക്കെ. നിങ്ങളുടെ മെനുവിലെ ഡിഷുകൾ തീരുമാനിച്ച ശേഷം അവയുടെ നല്ല ചിത്രങ്ങൾക്കൊപ്പം തന്നെ അവയുടെ വിവരണങ്ങൾ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കിതിൻ്റെ 2 ഉദാഹരണങ്ങൾ നോക്കാം. 1. വിശദമായ വിവരണമില്ലാത്തപ്പോൾ. കസ്റ്റമർ ഭക്ഷണത്തിന്റെ പേര് മാത്രം കണ്ട് ഓർഡർ ചെയ്തു, പക്ഷേ ഭക്ഷണത്തിന്റെ എരിവും അളവും അറിയില്ല. ഓർഡർ കിട്ടിയപ്പോൾ ഭക്ഷണത്തിന് അമിത എരിവും കുറഞ്ഞ അളവുമായിരുന്നു. കസ്റ്റമറിന്റെ അനുഭവം വളരെ മോശമായിരുന്നു. തന്മൂലം അവർ വളരെ കുറഞ്ഞ റേറ്റിംഗ് നൽകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് വിശദമായ വിവരണത്തോടു കൂടി. കസ്റ്റമർ ഓർഡർ ചെയ്തപ്പോൾ എരിവ് നില, ഭക്ഷണത്തിന്റെ അളവ് എന്നിവ നോക്കിയാണ് ഓർഡർ ചെയ്തത്. ഓർഡർ സ്വീകരിച്ചപ്പോൾ വിവരണത്തിൽ നൽകിയ അതേ എരിവും അളവുമായതിനാൽ കസ്റ്റമർക്ക് ഒരു മികച്ച അനുഭവം ഉണ്ടായി. തന്മൂലം അവർ മികച്ച റേറ്റിംഗ് നൽകുകയും ചെയ്യുന്നു. ഒരു നല്ല വിവരണത്തിന് ഈ 5 കാര്യങ്ങൾ ഓർക്കുക. അവ ചേരുവകളുടെ പേര്, എരിവ് നില, ഭക്ഷണത്തിന്റെ അളവ്, ഉണ്ടാക്കുന്ന രീതി, ഡിഷ് ടാഗ്
അതായത് ഷെഫ് സ്പെഷ്യൽ അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ. ഇവ ഭക്ഷണത്തെ നിങ്ങളുടെ മെനുവിൽ എടുത്തു കാണിക്കും. വിവരണത്തിൽ പാചകരീതി നൽകിയാലും മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ പിസ്സ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിസ്സ ബേസ്, ചീസ് ടൈപ്പ് എന്നിവ നൽകിയാൽ കസ്റ്റമേഴ്സിന് തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാകും. അതേപോലെ ബിരിയാണിയാണെങ്കിൽ ലക്നൗ ആണോ, ഹൈദരാബാദി അല്ലെങ്കിൽ കൊൽക്കട്ടയാണോ, ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ പീസ് എത്ര എണ്ണം ഉണ്ടാകും, എത്ര പേർക്ക് കഴിക്കാം, ഈ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നവയാണ്. ഒരു പ്രോ ടിപ്പ്: ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ് ഭക്ഷണങ്ങളുടെ കൂടെ വരുന്ന സോസ്, റായ്ത്ത എന്നിവയുടെ വിവരങ്ങളും കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നവയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈ 3 എളുപ്പമാർഗ്ഗങ്ങൾ സ്വീകരിക്കും. കസ്റ്റമേഴ്സിന് മികച്ചൊരു മെനു ഉണ്ടാക്കും. നിങ്ങളുടെ ഓൺലൈൻ ഓർഡറിംഗ് ബിസിനസ് വളർച്ചയ്ക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.